ഹലോ. അപ്പോൾ ഇന്നലെ പറഞ്ഞ് നിർത്തിയെടുത്ത് നിന്നാട്ടോ ഇന്ന് തുടങ്ങുന്നത്. അപ്പോൾ ഇവർ ഈ കൊണ്ടുവരുന്നത് നബിദിനത്തിൻ്റെ ചോറാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെ വാങ്ങി വെച്ച് ഞങ്ങൾ നേരെ പോകുന്നത് അമ്പലത്തിലേക്കാണ് കേട്ടോ. അപ്പോൾ അവിടെ എത്തിയതിന് ശേഷം വേണം മക്കളെയൊക്കെ ഒന്ന് ഒരുക്കിയെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞങ്ങളുടെ അമ്പലത്തിൽ എത്തിയിട്ടുണ്ട്. അപ്പോഴേക്കായിട്ട് എല്ലാവരും ഒരുങ്ങിക്കൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. കുഞ്ഞുങ്ങളൊക്കെ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഞങ്ങൾ സായുട്ടീനെ കേട്ടോ ഫസ്റ്റ് തന്നെ ഒരുക്കുന്നത്. അവൾ ആദ്യം ഒരുക്കാമെന്ന് വിചാരിച്ചു. സായുട്ടി അത് ആദ്യമായിട്ടാണ് കേട്ടോ കൃഷ്ണവേഷം കെട്ടുന്നത്. തനുമോളിത് 3ാമത്തെ വർഷമാണ് കേട്ടോ. അപ്പോൾ ഇത് രണ്ടുപേരും രോഹിണി നക്ഷത്രത്തിലാട്ടോ ജനിച്ചിട്ടുള്ളത്, തനുമോളും സായുട്ടിയും. അപ്പോൾ നമ്മൾ ഉണ്ണിക്കണ്ണൻ്റെ പിറന്നാളിൻ്റെ ആ ഡേറ്റ് നാളെ തന്നെയാണ് ഇവർക്കും. അപ്പോൾ ഇതേ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഇനി ശോഭയാത്രയ്ക്കുള്ള തയ്യാറെടുപ്പിലാണ് കേട്ടോ. അമ്പലത്തിൽ നിന്നും നേരെ പോകുന്നത് എരഞ്ഞിമങ്ങാട് ഗ്രൗണ്ടിലേക്കാണ് കേട്ടോ. ഒരുപാട് ദൂരം നടക്കാറുണ്ട്, പക്ഷേ ആ നടത്തൊന്നും ആർക്കും ഒരു ബുദ്ധിമുട്ടായിട്ട് തോന്നിയിട്ടില്ല കേട്ടോ, മക്കളടക്കം. അപ്പോൾ ഞങ്ങൾ അവിടെ വരെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കുക തന്നെയാണ്. അപ്പോൾ കുഞ്ഞുങ്ങൾ അതുപോലെ തനുമോക്ക് അവിടെ കുറച്ചെത്തിയപ്പോഴേക്കും വിശപ്പിൻ്റെ അസുഖം തുടങ്ങിയിട്ടുണ്ടായിരുന്നു. സായുട്ടി ആദ്യമൊക്കെ നല്ല ഉഷാറായിട്ടൊക്കെ നടന്നിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ച് നേരം അവളെ എടുത്തു കേട്ടോ. പിന്നെ ഇതേ മക്കളുടെ ഡാൻസൊക്കെ ഉണ്ടായിരുന്നു, നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ സായുട്ടി ഈ തുള്ളിച്ചാടി പോകുന്നത് കുറച്ച് നേരം കേട്ടോ. അത് കഴിഞ്ഞിട്ട് അവൾക്ക് എടുക്കണം പറഞ്ഞ് കരയായിരുന്നു. പിന്നെ അവൾ അങ്ങോട്ട് വരെ എടുക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ രാത്രി ഇതാ തിരിച്ച് വരികയാണ്. തിരിച്ച് വന്ന് അകമ്പാടത്ത് എത്തിയിട്ട് വീണ്ടും അവിടെയും കുട്ടികളുടെ ഡാൻസൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഉറിയടിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ നേരെ ഇനി വീണ്ടും ക്ഷേത്രത്തിലേക്ക് തന്നെ പോവുകയാണേ. അപ്പോൾ ക്ഷേത്രത്തിലേക്ക് തിരിച്ചു പോകുന്ന ഈ യാത്ര നല്ല രസമായിരുന്നു കേട്ടോ. പാട്ടൊക്കെ വെച്ചിട്ട് എല്ലാവരും കളിച്ചതേ ഇതുപോലെ കേട്ടോ വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അടിപൊളിയായിരുന്നു, എല്ലാം ഒരുപാട് സന്തോഷമായി. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ. ഓക്കെ, ബായ്.